നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വയനാട് ദുരന്തത്തിൽ കരാറുകാരെ കുറ്റപ്പെടുത്തുന്ന സർക്കാർ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. മണ്ണ് മാറ്റാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അവഗണിച്ചു എന്ന ആരോപണം. പരിക്കേറ്റവർക്ക് ചികിത്സയും ഇരകൾക്ക് നഷ്ടപരിഹാരവും നൽകണമെന്ന് കോടതി നിർദ്ദേശം. സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിന് ദുരന്ത നിവാരണ പരിസ്ഥിതി സെക്രട്ടറിമാർ നേതൃത്വം നൽകും. കള്ളാടി ദുരന്തത്തിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. മരണം 7 ആയി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മുഖ്യമന്ത്രി. ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ അനുമതി നൽകിയിട്ടില്ലെന്നും അദാനിയെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും VD സതീശൻ. LDF കാലത്തെ ഓഹരി കൈമാറ്റ വിവരം പിണറായി അറിഞ്ഞില്ലേ എന്നും ദേശാഭിമാനി വാർത്തയും പരാമർശിച്ച് മുഖ്യമന്ത്രി. കശുവണ്ടി അഴിമതി പ്രോസിക്യൂഷൻ ഉത്തരവിൽ K. ബിജു IASന്റെ മാപ്പപേക്ഷ തള്ളി ഹൈക്കോടതി. ആദ്യ ഉത്തരവ് തിരുത്തി പുതിയ ഉത്തരവിറക്കിയെന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറി. ഉദ്യോഗസ്ഥർ ഭരണകക്ഷിയുടെ ചട്ടുകങ്ങളാവരുതെന്നും ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരെന്നും ഹൈക്കോടതി. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് വീണ്ടും ഡ്രോൺ സർവേ. പരിശോധന നടത്തിയത് വിമാനത്താവള പദ്ധതി ഭൂവുടമ എബ്രഹാം കലമണ്ണിൽ. പ്രദേശത്ത് ആരെയും കുടിയൊഴിപ്പിക്കേണ്ട സാഹചര്യമില്ലെന്ന് എബ്രഹാം കലമണ്ണിൽ. പുതിയ നീക്കം ദുരൂഹമെന്നും BJP ശക്തമായി എതിർക്കുമെന്നും കുമ്മനം രാജശേഖരൻ. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കൗൺസിലർ R. സുഗതൻ ഹൈക്കോടതിയിൽ. സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കണമെന്ന ആവശ്യം. ജയിൽ മോചിതനാക്കരുതെന്ന് സർക്കാർ. ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൂടെയെന്ന് കോടതി. തീരുമാനം തിങ്കളാഴ്ച. തലസ്ഥാനത്ത് ഹോട്ടലിൽ തീപിടുത്തം. തമ്പാനൂരിലെ ഹോട്ടൽ ഹൈലാൻഡിലാണ് തീപിടുത്തമുണ്ടായത്. ഹോട്ടലിലെ 6ാം നിലയിലാണ് തീപിടുത്തം. താമസക്കാരെ ഒഴിപ്പിക്കുകയാണ്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, തീപിടുത്തം നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമായോ? താമസക്കാരെ ഒഴിപ്പിക്കുന്നത് എങ്ങനെ പുരോഗമിക്കുന്നു? നിലവിൽ ഏതായാലും ഈ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഹോട്ടൽ തമ്പാനൂരിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡിൻ്റെയും അടുത്തുള്ള ഹോട്ടലാണ് ഹോട്ടൽ ഹൈലാൻഡ് എന്ന് പറയുന്നത്. ഹൈലാൻഡിൻ്റെ 1ാം നിലയിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. ഈ ചിമ്മിനിയിൽ നിന്നുള്ളൊരു സ്പാർക്ക്, അതാണ് ഈ തീപിടുത്തത്തിന് കാരണമായത് എന്നുള്ളതാണ് മുഖ്യ ഫയർ ഓഫീസറിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിനോദസഞ്ചാരികളെ, ഈ ഹോട്ടലിൽ താമസക്കാരെ ഒഴിപ്പിക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് ഫയർ യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ ഹോട്ടലിലുള്ള താമസക്കാരെ നിലവിൽ ചെക്ക് ചെയ്ത് ഹോട്ടലിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുമുണ്ട്. നിലവിൽ ഏതായാലും വലിയ രീതിയിലുള്ളൊരു അപകട നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ തന്നെ ഈ ടൂറിസ്റ്റുകളെയും അതുപോലെ തന്നെ താമസക്കാരെയും ഒഴിപ്പിച്ചതുകൊണ്ട് ഒരു അപകട നിലയിലേക്ക് ഒന്നും തന്നെ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. ആർക്കും പരിക്കുണ്ടായിട്ടില്ല. ഏകദേശം വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്. നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അപകട നിലയിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. ആതിര സൂചിപ്പിച്ച പോലെ തന്നെ ഈ 2ാം നിലയിലെ അടുക്കളയിലാണ് തീപിടുത്തമുണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ തീ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഹോട്ടലിൽ മുഴുവൻ ഈ പുക പടർന്നു പിടിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കൂടുതൽ നിലകളിലേക്ക് തീ പടർന്നു പിടിക്കുന്ന ഒരു ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആശങ്കയൊക്കെ ഒഴിവായോ? അമ്പിളി, തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഫയർ യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു നിലകളിലേക്കൊന്നും തന്നെ ഈ തീ പടരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യഘട്ടത്തിൽ പുക ഉയർന്നത് മൂലമുള്ള ചെറിയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് തീ ഇപ്പോൾ നിലവിൽ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹോട്ടലിലെ താമസക്കാരെ നിലവിൽ ചെക്ക് ഇൻ ചെയ്ത് മറ്റു നിലകളിലേക്കുള്ളവരെ അങ്ങോട്ട് കയറ്റുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. നിലവിൽ ഏതായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അപകട സാഹചര്യമോ അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമോ നിലവിൽ ഏതായാലും ഇല്ല. തലസ്ഥാനത്ത് ഹോട്ടലിൽ തീപിടുത്തം. തമ്പാനൂരിലെ ഹോട്ടൽ ഹൈലാൻഡിലാണ് തീപിടുത്തമുണ്ടായത്. ഹോട്ടലിലെ 6ാം നിലയിലാണ് തീപിടുത്തം. താമസക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികളൊക്കെ പൂർത്തിയായി. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. കൂടുതൽ നിലകളിലേക്ക് തീ പടർന്നു പിടിക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആശങ്കയ്ക്കൊന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും തീ നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. ആതിര രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് മറുപടിയുമായി മുഖ്യമന്ത്രി VD സതീശൻ. UDF സർക്കാർ
ഇതുവരെ ഓഹരി കൈമാറ്റത്തിൽ ഒരു അനുമതിയും നൽകിയിട്ടില്ല. ഓഹരി കൈമാറ്റം LDF സർക്കാരിന്റെ കാലത്താണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി അങ്ങനെ ഒരു നീക്കം പിണറായി അറിഞ്ഞില്ലേ എന്നും ചോദിച്ചു. ദേശാഭിമാനി വാർത്തയും പരാമർശിച്ചാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഭരണപ്രതിപക്ഷ വാക്പോരും ആരോപണ പ്രത്യാരോപണങ്ങളും അവസാനിക്കുന്നില്ല. ഓഹരി കൈമാറ്റത്തിലെ തുടർ നീക്കം സർക്കാർ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. പ്രതിഷേധം ശക്തമാകുമ്പോഴും സർക്കാരിന്റെ മൗനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങൾക്കാണ് മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകിയത്. അദാനി ഗ്രൂപ്പ് സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെയാണ് ഓഹരി കൈമാറ്റ നടപടികൾ തുടങ്ങിയതെന്നും ഇക്കാര്യത്തിൽ അവരെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. അദാനി നൽകിയ അപേക്ഷയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും സംസ്ഥാന താൽപര്യം മുൻനിർത്തി മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയും MSC കമ്പനിയും തമ്മിലുള്ള ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇടതു സർക്കാരിന്റെ കാലത്ത് തന്നെ ആരംഭിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തതും ദേശാഭിമാനി പത്രത്തിലെ സർക്കാരിന്റെ ദീർഘവീക്ഷണത്തെ പ്രശംസിച്ചുകൊണ്ട് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയതും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അറിയാതെ ഇത്തരം ചർച്ചകൾ നടക്കുമോ എന്നും VD സതീശൻ ചോദിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന SIT റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജൂൺ 23-ന് DGPക്ക് ലഭിച്ച റിപ്പോർട്ടിലെ തുടർ നടപടികളിൽ സർക്കാരും മെല്ലപ്പോക്ക് തുടരുകയാണ്. ADGP MR അജിത് കുമാറിനെതിരെ SIT ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിനായാണ് റിപ്പോർട്ട് വൈകിപ്പിക്കുന്നത് എന്ന വിമർശനം ശക്തമായി ഉയരുമ്പോഴാണ് ആഭ്യന്തരമന്ത്രിയുടെ ഈ പ്രതികരണം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ജൂൺ 23-നാണ് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. 17 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ട് DGPയുടെ മേശപ്പുറത്ത് നിന്നും നീങ്ങിയിട്ടില്ല. അന്വേഷണം തുടരുകയാണെന്നും റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി. അല്ല, ഇതുവരെ റിപ്പോർട്ട് ഗവൺമെൻറ് മുമ്പിൽ എത്തിയിട്ടില്ല. എത്തിയെന്നാണ് ഞാൻ പരിശോധിച്ചത്. ഒന്നാമത് അന്വേഷണം പൂർത്തിയായിട്ടില്ല. അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു റിപ്പോർട്ട് DGP കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ച് ഗവൺമെൻറ് കൊടുക്കും. ഗവൺമെൻറ് ACS ഹോം അത് പരിശോധിച്ചിട്ടായിരിക്കും ഗവൺമെൻറ് മിനിസ്റ്ററിനുള്ളതിൽ എൻ്റെ എത്തുന്നത്. അതിൻ്റെതായ ഒരു സമയം ഉണ്ടാവും. അത്ര വേറെ ഒന്നും. DGP റാങ്കിലുള്ള നിതിൻ അഗർവാൾ ഈ മാസം 31-ന് വിരമിക്കും. ADGPമാരിൽ സീനിയറായ അജിത് കുമാറിനാണ് അടുത്ത ഊഴം. റിപ്പോർട്ടിലെ മെല്ലെപ്പോക്ക് അജിത് കുമാറിനെ സംരക്ഷിക്കാനാണെന്നാണ് വിമർശനം. LDF സർക്കാരിന്റെ കാലത്ത് നൽകിയ അതേ പിന്തുണയും സഹായവും തന്നെയാണ് UD സർക്കാരും അജിത് കുമാർ നൽകുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് ദുരന്തത്തിൽ കരാറുകാരെ കുറ്റപ്പെടുത്തി സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. മണ്ണ് മാറ്റാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അവഗണിച്ചുവെന്ന ആരോപണം. ഖനനം ചെയ്ത മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യണമെന്ന് കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. മെയ് 26-നും ജൂൺ 4-നുമാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയത്. അവശിഷ്ടങ്ങൾ ജനങ്ങൾക്ക് ഭീഷണിയാകരുതെന്നും കമ്പനിയോട് ആവശ്യപ്പെട്ടു. ആവശ്യമെങ്കിൽ തൊഴിലാളികളെയും പൊതുജനങ്ങളെയും ഒഴിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതായും സർക്കാർ അറിയിച്ചു. സുരക്ഷ ഉറപ്പാക്കണമെന്ന് അപകടത്തിന് തലേദിവസവും കൊങ്കൺ റെയിൽവേയോടും കരാർ കമ്പനിയോടും ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടതാണ്. പാരിസ്ഥിതിക അനുമതി വ്യവസ്ഥ കമ്പനി പാലിച്ചോ എന്ന് പരിശോധിക്കുന്നുവെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. അതേസമയം പരിക്കേറ്റവർക്ക് ചികിത്സയും ഇരകൾക്ക് നഷ്ടപരിഹാരവും നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. പശ്ചിമബംഗാൾ സ്വദേശി രാകേഷ് കുജേദിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7ആയി. കാണാതായ ഒരാൾക്ക് വേണ്ടി മീനാക്ഷിപ്പുഴയിലും സോൺ 1, 3 എന്നിവിടങ്ങളിലുമായി തിരച്ചിൽ പുരോഗമിക്കുന്നു. കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടി 4ാം ദിവസവും തിരച്ചിൽ തുടരുന്നതിനിടെ മീനാക്ഷിപ്പുഴയുടെ താഴെ ഭാഗത്തു നിന്നാണ് പശ്ചിമബംഗാൾ സ്വദേശി രാകേഷ് കുജേലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അദ്ദേഹം ദിലീപ് ബിൽഡ്കോൺ കമ്പനിയിൽ സർവേയറായിരുന്നു. കുടുംബം ആളെ തിരിച്ചറിഞ്ഞതോടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7ആയി. കാണാതായവരുടെ ഔദ്യോഗിക രേഖ പ്രകാരം വിക്രം റാണയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് തുടരുന്നത്.
മീനാക്ഷിപ്പുഴ സോൺ 1, 3 എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ. ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അതേസമയം അതിതീവ്ര മഴയാണ് ദുരന്തത്തിന് കാരണമെന്നാണ് കൊങ്കൺ റെയിൽവേയുടെ വിശദീകരണം. 240 മീറ്റർ മാറിയാണ് ഉരുൾപൊട്ടിയതെന്നും ജൂൺ 14 മുതൽ തന്നെ തുരങ്ക നിർമ്മാണം നിർത്തിവെച്ചിരുന്നുവെന്നുമാണ് കൊങ്കൺ റെയിൽവേയുടെ വാദം. അമൃത ന്യൂസ്, വയനാട്. കോഴിക്കോട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ ഡിവൈഎഫ്ഐ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. അധികാരികളെ കണ്ണു തുറക്കുക. അടക്കം ചെന്ന കെട്ടിടങ്ങൾ ഒളിക്കാതെ വെക്കുന്നത് മനുഷ്യജീവൻ കുരുതി കൊടുക്കാൻ. ഇൻകുലാബ് സിന്ദാബാദ്. ഡിവൈഎഫ്ഐ സിന്ദാബാദ്. റെയിൽവേയുടെ അനാസ്ഥയ്ക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. മനുഷ്യജീവന് വില നൽകാതെ റെയിൽവേയുടെ തോന്നിയാസോ. ഇൻകുലാബ് സിന്ദാബാദ്. പ്രിയപ്പെട്ട സഖാക്കളെ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് നടത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ കൂടി നിൽക്കുന്ന യാത്രക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർക്കും പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കോഴിക്കോട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തകർന്നു വീണ ക്ലോക്ക് ടവറിന്റെ അപകടാവസ്ഥയിലുള്ള ബാക്കി ഭാഗങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കെട്ടിടത്തിന് മുകളിലേക്ക് തൊഴിലാളികളെ കയറ്റിയാണ് ടവറിന്റെ ബാക്കി ഭാഗങ്ങൾ പൊളിച്ചു നീക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് റെയിൽവേയുടെ തീരുമാനം. ഇന്നലെ രാത്രിയോടെ വടം ഉപയോഗിച്ച് ക്ലോക്ക് ടവറിന്റെ കെട്ടിടാവശിഷ്ടങ്ങൾ വലിച്ചു താഴെയിടാൻ 3 തവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് പൈപ്പുകളും മറ്റും ഉപയോഗിച്ചുണ്ടാക്കിയ കോണിയിൽ കയറി ഡ്രില്ലറും പാരയും ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് തൊഴിലാളികൾ കെട്ടിടം പൊളിക്കാൻ ആരംഭിച്ചത്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. അപകടാവസ്ഥയിലുള്ള കോൺക്രീറ്റ് ഭാഗങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ 2-3 ട്രാക്കുകളിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ. നിലവിൽ ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ 1-ാം പ്ലാറ്റ്ഫോമിലൂടെയും മംഗലാപുരം ഭാഗത്തേക്കുള്ളവ 4-ാം പ്ലാറ്റ്ഫോമിലൂടെയുമാണ് തിരിച്ചുവിടുന്നത്. റെയിൽവേയുടെ മുഴുവൻ കെട്ടിടങ്ങളിലും സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് സ്ഥലം സന്ദർശിച്ച PA മുഹമ്മദ് റിയാസ് MLA പറഞ്ഞു. ഈ കെട്ടിടങ്ങളിലെല്ലാം എന്താണ് പൊതുസ്ഥിതി എന്ന് പരിശോധിക്കണം. അതിനാണ് സ്ട്രക്ചറൽ സെക്യൂരിറ്റി ഓഡിറ്റ് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ പഴയ കെട്ടിടങ്ങളിൽ അടിയന്തരമായി ഇന്ത്യൻ റെയിൽവേ കേന്ദ്ര സർക്കാർ നടത്തേണ്ടത്. നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ സർവീസുകൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. റെയിൽവേ അധികൃതർ 3 മാസങ്ങൾക്ക് മുൻപ് നടത്തിയ പരിശോധനയിൽ കെട്ടിടത്തിന് വിള്ളലുള്ളതായി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ക്ലോക്ക് ടവറിന് താഴെ പ്രവർത്തിക്കുന്ന ഓഫീസുകൾ ഇവിടെ നിന്ന് മാറ്റണമെന്നും കെട്ടിടം പൊളിച്ചു പണിയണമെന്നും ആവശ്യപ്പെട്ട് റെയിൽവേ അധികൃതർ നിർമ്മാണ കമ്പനിയായ റാങ്ക് കൺസ്ട്രക്ഷൻസിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ കരാറുകാരായ ഈ കമ്പനി കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയെടുത്തില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു. അരുണാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടം. ഗുജറാത്തിലെ സൂറത്തിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 24ആയി. ഡൽഹി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അയ്യപ്പന് പ്രത്യേകമായി പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും പുതിയ രീതിയിലുള്ള സംഗമങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ശബരിമലയിലെ ശുചിത്വം, സുതാര്യത, കാര്യക്ഷമത എന്നീ 3 കാര്യങ്ങളിൽ ഊന്നിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ബോർഡ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. ശബരിമലയിലെ എല്ലാ ഇടപാടുകളും ഇനി മുതൽ ഡിജിറ്റൽ രീതിയിലേക്ക് മാറും. വഴിപാട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം നിർബന്ധമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബോർഡ് യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നുകൊണ്ടറിയണം രണ്ടിൻ്റെ ബലാബലം എന്നാണല്ലോ ഒരു തത്വം. അതുകൊണ്ട് പുതിയ സംഗമങ്ങളൊന്നും തന്നെ ഇല്ല. അയ്യപ്പന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഹീ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഗോഡ്. കുറച്ചു കാലമായിട്ട് ശബരിമലയിൽ ശബരി തീർത്ഥം അഥവാ അതിന്
തീർത്ഥക്കുളമില്ല അവിടെ. ഇപ്രാവശ്യം നമ്മൾ ഏതായാലും അത് വാസ്തുവിദ്യാ ഗുരുകുലത്തിനെ ഒരു കൺസൾട്ടൻ്റായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് വാസ്തുക്കാരെയും എക്സ്പേർട്സിനെയും ഒക്കെ ഒന്നും കൂടി കൺസൾട്ട് ചെയ്തിട്ട് എത്രയാണ് ഏറ്റവും മിനിമം സൈസിൽ അവിടെ കുളം ഉണ്ടാകേണ്ടത് അത് ഉണ്ടാക്കാനും ദേവസ്വം ബോർഡ് നേരിട്ട്, അതിന് സ്പോൺസറൊന്നും വേണ്ട. ഭഗവാൻ തീർത്ഥക്കുളം ഉണ്ടാക്കാൻ ബോർഡിന് സ്പോൺസറിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ നേരിട്ട് വാസ്തുവിദ്യാ ഗുരുകുലത്തിന് ഒരു കൺസൾട്ടൻ്റാക്കി വെച്ചുകൊണ്ട് അടിയന്തരമായിട്ട് ആ പ്രവൃത്തികൾ ഏറ്റെടുക്കാനാണ് തീരുമാനം. കശുവണ്ടി അഴിമതി പ്രോസിക്യൂഷൻ ഉത്തരവിൽ കോടതിയോട് നിരുപാധികം മാപ്പ് ചോദിച്ച് കെ ബിജു IAS. ആദ്യ ഉത്തരവ് അനുചിതമായെന്നും തിരുത്തി പുതിയ ഉത്തരവിറക്കിയെന്നും വകുപ്പ് സെക്രട്ടറി മറുപടി നൽകി. അതേസമയം ഉദ്യോഗസ്ഥർ ഭരണകക്ഷിയുടെ ചട്ടുകങ്ങളാവരുതെന്നും ജനങ്ങൾക്ക് സേവനം ചെയ്യാനാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്നും ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. മാപ്പപേക്ഷയും കോടതി തള്ളി. കശുവണ്ടി വ്യവസായ മേഖല പുനരുദ്ധരിക്കാനുള്ള ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. വിദഗ്ധ സമിതി പരിശോധിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. കശുവണ്ടി മേഖലയുടെ സമഗ്ര വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കുമെന്നും ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രൻ MP-യും ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ അധിക സത്യവാങ്മൂലം നൽകുന്നതോടെ നിലവിലെ പ്രശ്നം തീർപ്പാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. കാഷ്യൂ ഇൻഡസ്ട്രിയുടെ റിവൈവൽ ഇന്ന് ആഗോള മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന നിലയിലേക്ക് എന്തൊക്കെ വേണം അത് ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്. ഞാനോ എക്സ്പെർട്ടല്ല, MP-യും എക്സ്പെർട്ടല്ല, ബാക്കി ആരുമല്ല. നമ്മൾ അടിയന്തരമായ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ കൊണ്ട് ഇൻഫാക്ട് അവിടുന്ന് വന്ന വഴി തന്നെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. തിങ്കളാഴ്ച തന്നെ ഫയൽ പുട്ടപ്പ് ചെയ്യാൻ പറഞ്ഞു. അത് വെച്ചുകൊണ്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചുകൊണ്ട് നമ്മളൊരു റിവൈവൽ പാക്കേജ്, അന്നേരം കാഷ്യൂ അവൈലബിലിറ്റി, മോഡേണൈസേഷൻ, ഇന്നത്തെ വ്യവസായികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു പാക്കേജ് ആയിരിക്കും നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നത്. കുംഭമേള വൈറൽ പെൺകുട്ടിക്കുള്ള പോലീസ് സംരക്ഷണം പിൻവലിച്ച് ഹൈക്കോടതി. പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചാണ് ഉത്തരവ്. പെൺകുട്ടി ആവശ്യപ്പെട്ടാൽ വീണ്ടും സംരക്ഷണം നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നും കോടതി. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നു. രാജേഷ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പെൺകുട്ടിയെ കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞാണ് ഈ പോലീസ് സംരക്ഷണം പിൻവലിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? അശ്വതി, ഈ പെൺകുട്ടിക്ക് ഹൈക്കോടതി പോലീസ് സംരക്ഷണം അനുവദിച്ചിരുന്നു. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ മാതാപിതാക്കൾ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പോലീസ് സംരക്ഷണം അനുവദിച്ചത്. എന്നാൽ പോലീസ് സംരക്ഷണം അനുവദിച്ച ശേഷം ഈ പെൺകുട്ടിയെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, പെൺകുട്ടി എവിടെയാണെന്ന് അറിയില്ല എന്നാണ് പോലീസ് തന്നെ ഹൈക്കോടതിയെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പെൺകുട്ടിയെ ഇത് സ്ഥിരം പരിപാടിയാണെന്നും പോലീസ് പറയുന്നുണ്ട്. ഇടയ്ക്ക് പെൺകുട്ടിയെ കാണാതാവും, അന്വേഷിച്ചാൽ കണ്ടെത്തില്ല. അതിനുശേഷം ചിലപ്പോൾ പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും എവിടെയെങ്കിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രീതിയിൽ പോലീസ് സംരക്ഷണം നൽകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് കരുതിയിട്ടാണ് തൽക്കാലം ഈ ഉത്തരവ് ഹൈക്കോടതി പിൻവലിച്ചു. ഇനി പെൺകുട്ടി ആവശ്യപ്പെട്ടാൽ ഒരു നിയമാനുസൃതമായി ഒരു പൗരന് ലഭിക്കുന്ന സംരക്ഷണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടാൽ മാത്രം സംരക്ഷണം നൽകിയാൽ മതി. അല്ലാതെ ഇപ്പോൾ നിലവിൽ ഉത്തരവിന്റെ പുറത്തുള്ള പോലീസ് സംരക്ഷണം നൽകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. രാജേഷ്, അതുപോലെ തന്നെ ഈ ഹൈക്കോടതിയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ R. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജാമ്യ ഹർജി. അത് പരിഗണിച്ചുകൊണ്ട് കോടതിയിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. ഒപ്പം തന്നെ ജാമ്യം നൽകരുത് എന്നുള്ളൊരു വിശദീകരണമാണ് സർക്കാരും കോടതിയിൽ നൽകിയിട്ടുള്ളത്. തീർച്ചയായും അശ്വതി, സുഗതന് ഒരു കോടതി, അതായത് മജിസ്ട്രേറ്റ് കോടതി ഒരു ദിവസത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള ആവശ്യം പരിഗണിച്ച് ജാമ്യം അനുവദിച്ചിരുന്നു. അതിൽ കാപ്പ കേസിൽ കൂടി പ്രതിയായതുകൊണ്ട് സുഗതന് ആ ഒരു ഉത്തരവ് കൊണ്ട് ജയിൽ മോചിതനാവാനാവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഇപ്പോൾ വാക്കാൽ ചോദിച്ചത് ജയിലിൽ വെച്ച് തന്നെ ഈ സത്യപ്രതിജ്ഞ നടത്തിക്കൂടെ എന്നുള്ളതാണ്. കാപ്പ കേസ് പ്രതിയാണ്, അങ്ങനെ കീഴ്വഴക്കം ലംഘിച്ച് പുറത്തു വിട്ടുകൊണ്ട് ഒരു സത്യപ്രതിജ്ഞയ്ക്ക് അവസരം ഒരുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഏതായാലും 13-ാം തീയതിയാണ് സുഗതന് പുറത്തിറങ്ങാനുള്ള ഒരു അനുവാദം മജിസ്ട്രേറ്റ് കോടതി കൊടുത്തത്. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കടുത്ത നിലപാടാണ് എടുക്കുന്നത്. സർക്കാരിന് ഇപ്പോൾ ഈ സുഗതന് ആ രീതിയിലുള്ള ജാമ്യം കൊടുക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഏതായാലും സർക്കാരിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ കോടതി ചോദിച്ചിട്ടുണ്ട്. ഹർജി പിന്നീട് വീണ്ടും പരിഗണിക്കും. ശരി, കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനാ ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. നിലവിലെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. അതേസമയം ക്രമക്കേട് അന്വേഷിക്കുന്ന SIT ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനാ ക്രമക്കേട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു 2 അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിച്ചത്.
കേസ് തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. നിലവിൽ നടക്കുന്ന അന്വേഷണം കാര്യക്ഷമമല്ലെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. നിലവിൽ അന്വേഷണം നടത്തുന്ന SIT ഉടൻ തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. പിടിയിലായ പ്രതികൾ സംഭാവന ക്രമക്കേട് നടത്തിയതിന്റെയും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന്റെയും തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. SIT അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ക്ഷേത്രത്തിൽ ജീവനക്കാർ കൂട്ടരാജി നൽകി. കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്തേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കൂട്ടരാജി. കാണിക്കേണ്ടുന്ന ജീവനക്കാരിൽ 25 പേരാണ് രാജി നൽകിയത്. ഡ്യൂട്ടി സമയം കൂട്ടി, വേതനം വെട്ടിക്കുറച്ചു തുടങ്ങിയ കാരണങ്ങളാണ് ജീവനക്കാർ ഉന്നയിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ഇന്ന് നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ഈ മാസം 20-ന് കമ്പനി അധികൃതർ നേരിട്ട് കേരളത്തിലെത്തി മന്ത്രിയുമായി ചർച്ച നടത്തും. രാജ്യാന്തര തലത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പിരിച്ചുവിടലിന് നിർബന്ധിതരാക്കിയതെന്ന് കോറോ ഹെൽത്ത് അധികൃതർ സർക്കാരിനെ അറിയിച്ചു. എന്നാൽ കമ്പനി ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ, ഹൈബി ഈഡൻ MP, ഉമാ തോമസ് MLA, ജില്ലാ കളക്ടർ G. പ്രിയങ്ക, ലേബർ ഓഫീസർമാർ, കോറോ ഹെൽത്ത് ജീവനക്കാർ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവരാണ് കോറോ ഹെൽത്ത് മേധാവികളുമായി ചർച്ച നടത്തിയത്. എന്നാൽ ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരമായില്ല. ഈ മാസം 20-ന് കമ്പനി പ്രതിനിധികൾ നേരിട്ടെത്തി വീണ്ടും ചർച്ച നടത്തുമെന്ന് യോഗത്തിന് ശേഷം മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കമ്പനി ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിച്ചപ്പോൾ ബോധ്യപ്പെട്ടു. കേരളത്തിൽ മാത്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയല്ല കോറോ ഹെൽത്ത്, ഇന്റർനാഷണൽ കമ്പനിയാണ്. അതിനാൽ ആവശ്യത്തിന് വർക്ക് ലഭിക്കാത്തതിനാലാണ് നടപടിയെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അവർക്ക് വർക്കില്ല, അതുകൊണ്ട് സെന്റർ അടച്ചുപൂട്ടുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം, കേരള സർക്കാർ ഈ സ്ഥാപനത്തെ ഇവിടെ നിലനിർത്തുവാൻ വേണ്ടി എന്ത് സഹായവും ചെയ്തു തരാൻ, എന്ത് ഭൗതിക സാഹചര്യം ഒരുക്കുവാനും തയ്യാറാണ്. കമ്പനിയുടെ മറ്റ് രേഖകൾ പരിശോധിച്ചപ്പോൾ കമ്പനി ലാഭത്തിൽ പോകുന്ന ഒരു കമ്പനിയും കൂടിയാണ്. ഒരു ഓഫീസ് വെൽനസ് പോളിസിയെക്കുറിച്ച് കേരള ഗവൺമെന്റ് ആലോചിക്കും. അല്ലാതെ എക്സ്പ്ലോയിറ്റേഷൻസിനെയൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയില്ല. കോറോ ഹെൽത്തിനെ കേരളത്തിൽ തന്നെ നിലനിർത്താനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ നിർബന്ധിതരായി തീരുമെന്നും സർക്കാർ കമ്പനി അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ തിങ്കളാഴ്ച കേന്ദ്ര തൊഴിൽ മന്ത്രിയുമായി അടിയന്തര ചർച്ച നടത്തുമെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. അതേസമയം 20-ാം തീയതി വരെ അനുകൂല തീരുമാനത്തിനായി കാത്തിരിക്കുമെന്ന് നടപടി നേരിട്ട ജീവനക്കാർ പ്രതികരിച്ചു. 20-ാം തീയതിയുള്ള ചർച്ചയ്ക്ക് അവർ വരാമെന്ന് സമ്മതിച്ചതുകൊണ്ടും എന്തെങ്കിലും ഒരു തരത്തിലുള്ള തീരുമാനം ഇതിലുണ്ടാകുമെന്ന് അവർ ഉറപ്പ് തന്നതുകൊണ്ടും 20-ാം തീയതി വരെ അതിന് കാത്തിരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അവരുടെ പ്രശ്നം കമ്പനിയുടെ അകത്തിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ്റും ലേബർ ഡിപ്പാർട്ട്മെൻറ്റും ഉറപ്പ് തന്നത് ഞങ്ങൾ ആ 20-ാം തീയതി നടക്കുന്നവരെ കമ്പനിയുടെ സ്റ്റാഫ് എന്നുള്ള രീതിയിലാണ് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗത്തിലുള്ള പ്രശ്നപരിഹാരത്തിനായാണ് ജീവനക്കാരും സർക്കാരും ശ്രമിക്കുന്നത്. DYFI അടക്കമുള്ള സംഘടനകൾ കോറോ ഹെൽത്ത് ഓഫീസിലേക്ക് ഇന്നും പ്രതിഷേധ പ്രകടനം നടത്തി. അമൃത ന്യൂസ്, കൊച്ചി. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം ശക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സമരം കടുപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പഠിച്ച് കളഞ്ഞിട്ടുള്ള ഈ ഒരു ടൈം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടി പിടിക്കാൻ വേണ്ടി നമ്മൾ ആ ടൈം യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിങ്ങനെ വന്ന് നിൽക്കേണ്ട ആവശ്യം വരുമായിരുന്നില്ല എന്നുള്ളത്. ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച 9 മാസം പിന്നിട്ടിട്ടും പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ഒരാൾക്ക് പോലും നിയമനം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സമരം 5 ദിനം പിന്നിടുമ്പോഴാണ് ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചെങ്കിലും സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതായി ഉദ്യോഗാർത്ഥികൾ പറയുന്നു. 1:25 ഉടനടി നടപ്പിലാക്കിയെങ്കിലാണ്, ഈ സ്റ്റാഫ് ഫിക്സേഷന് മുമ്പായിട്ട് നടപ്പിലാക്കിയെങ്കിലാണ് നമുക്കതിന് ഒരു കാര്യമുള്ളൂ. മുഖ്യമന്ത്രിയെ അറിയിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞതും നിങ്ങളുടെ ഈ ഒരു ഫയൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രപ്പോസൽ ഞങ്ങളുടെ പരിഗണനയിലുണ്ട്, 15-ാം തീയതിക്കത്തെ ക്യാബിനറ്റിൽ നമ്മളത് അവതരിപ്പിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ അവർ അറിയാൻ കഴിയുന്നത് അവർക്ക് കുറച്ചും കൂടി സമയം വേണമെന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സമയമില്ല. 15 കഴിഞ്ഞാൽ ഡിവിഷൻ ഫോൾ വന്നാൽ പിന്നെ ഒന്നും തന്നെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കടുത്ത സമരമുറകളിലൂടെ തന്നെ ഇത് ശക്തമായി കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒരാളെ പോലും എടുക്കാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാധാരണ PSC നമുക്ക് തന്നിട്ടുള്ള ആൻസറാണ്. അവരുടെ പ്രൊസീജിയർ അവർ കംപ്ലീറ്റ് ചെയ്യും.
കാരണം നമ്മുടെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അതിൽ നിന്ന് നിയമനം നടന്നോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി അവർ ബോധേഡല്ല. വീണ്ടും വീണ്ടും ഒരു പ്രഹസനം പോലെ ഇവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നുണ്ടാകുന്ന നഷ്ടം നമ്മുടെ യുവതലമുറകൾ ഇപ്പോഴും പുതിയ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എവിടെയാണ് സീറ്റ് കൊടുക്കാനുള്ളത്? ഡിവിഷൻ 4 വരുന്ന സ്കൂളുകളിലെല്ലാം 1:2:5 അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഏർപ്പെടുത്തുക, റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ ഒഴിവില്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്കൂളുകളിൽ നിയമനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തുടരുന്നത്. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിലവിൽ പരിഷ്കരിച്ച FCRA നിയമം 2010 കോൺഗ്രസ് ഭരണകാലത്ത് വന്നതാണെന്ന് അമിത്ഷാ വ്യക്തമാക്കിയതായി CBCI. കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യം വിശദീകരിക്കണമെന്നും CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ ആവശ്യപ്പെട്ടു. ക്രൈസ്തവ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടല്ല FCRA നിയമമെന്ന് അമിത്ഷാ വിശദീകരിച്ചു നൽകിയതായും CBCI വ്യക്തമാക്കി. FCRA നിയമത്തിൽ ആശങ്ക അറിയിക്കാൻ CBCI പ്രസിഡന്റ് കർദിനാൾ ആന്റണി പുല്ലയുടെ നേതൃത്വത്തിലുള്ള സംഘം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തി. നിലവിൽ പരിഷ്കരിച്ച FCRA നിയമം 2010 കോൺഗ്രസ് ഭരണകാലത്താണ് കൊണ്ടുവന്നതെന്ന് അമിത്ഷാ വ്യക്തമാക്കിയതായി ചർച്ചയ്ക്ക് ശേഷം CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ അറിയിച്ചു. ഇക്കാര്യം കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ വിശദീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് ആശങ്കയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ആശങ്കകൾ എഴുതി അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞതിൽ നമുക്ക് വിശ്വാസമുണ്ട്. കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു. ആ നിയമം അവർ ഇതിനെ ഒന്നുകൂടെ ഡൈലൂട്ട് ചെയ്തെന്നാണ് അവർ അവകാശപ്പെടുന്നത്, കേന്ദ്രമന്ത്രി പറയുന്നത്. ഈ അവസരത്തിൽ എനിക്ക് ഓപ്പോസിഷൻ, പ്രതിപക്ഷത്തുള്ള MP-മാരോട്, പ്രത്യേകിച്ച് കോൺഗ്രസ് MP-മാരോടും പറയാനുള്ള, അന്നത്തെ ഗവൺമെൻറ് കൊണ്ടുവന്ന, അദ്ദേഹം റിപ്പീറ്റഡ്ലി ഞങ്ങളോട് പറയുകയായിരുന്നു, അന്നത്തെ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ്, അന്ന് നിങ്ങളാരും പോയില്ലല്ലോ, ഒപ്പോസ് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹത്തിനുള്ളത്. ക്രൈസ്തവ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടല്ല FCRA നിയമ ഭേദഗതിയെന്നും അമിത്ഷാ ചർച്ചയിൽ പറഞ്ഞു. ഉന്നയിച്ച ആശങ്കകളിൽ ആഭ്യന്തരമന്ത്രി നൽകിയ വിശദീകരണത്തിൽ വ്യക്തതയുണ്ടെന്നും ഫാദർ മാത്യു കോയിക്കൽ പറഞ്ഞു. നിലവിൽ FCRA വഴി രാജ്യത്ത് ലഭിക്കുന്ന ഫണ്ടുകളിൽ 30% മാത്രമാണ് ക്രൈസ്തവ വിഭാഗങ്ങൾക്കുള്ളത്. മണിപ്പൂർ സംഘർഷം, ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും ആഭ്യന്തരമന്ത്രിക്ക് മുൻപിൽ CBCI ആശങ്ക അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ പോലീസിനെയും DMK-യും രൂക്ഷമായി വിമർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. റാലിയുടെ വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നുവെന്നും ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സംഭവമെന്നും വിജയ് പറഞ്ഞു. ജീവൻ നഷ്ടപ്പെട്ട 41 പേരുടെ ഓർമ്മയ്ക്കായി TVK ജില്ലയിൽ സ്മാരകം നിർമ്മിക്കും. ദുരന്തത്തിന് ശേഷം ആദ്യമായി കരൂർ ജില്ലയിലെത്തിയാണ് വിജയ് മനസ്സ് തുറന്നത്. 2025 സെപ്റ്റംബറിലുണ്ടായ ദുരന്തത്തിൽ 41 പേരാണ് കൊല്ലപ്പെട്ടത്. കരൂരിലേക്ക് താൻ വരുന്നതും റാലിയുടെ വിവരങ്ങൾ പോലീസിന് കൃത്യമായി കൈമാറിയിരുന്നുവെന്നും പോലീസിനെ വിശ്വസിച്ചാണ് റാലിയുമായി മുന്നോട്ട് പോയതെന്നും വിജയ് പറയുന്നു. ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളാണ് അതെന്നും അതിപ്പോഴും തന്നെ വേട്ടയാടുന്നുവെന്നും വിജയ് വെളിപ്പെടുത്തി. நாமக்கல் அந்த மீட்டிங் முடிச்சுட்டு கரூர் வரும்போது அந்த கரூர் போலீஸ் எங்களை அலர்ட் பண்ணியிருக்கலாம்ல. இல்லை சார், இங்கே எதிர்பார்த்ததை விட கொஞ்சம் கூட்டம் அதிகமாக இருக்குது, கண்ட்ரோல் பண்ண முடியல, வராதிங்க. அண்ட் போலீஸ் நினச்சா அவங்க அந்த மீட்டிங்கே கேன்சல் பண்ணலாம். ஏதோ தப்பாக இருக்குது, ஏதோ தப்பாக தோணுது அப்படின்னு நினச்சிட்டாலே தே ஹாவ் ஆல் த ரைட்ஸ் டு கேன்சல் த மீட்டிங். எங்ககிட்ட கேட்கணும்லாம் ஒன்றும் அவசியமே கிடையாது. ஆனால் அதையெல்லாம் எதுவுமே செய்யாமல் அந்த ஹைவேல இருந்த அந்த ஸ்பாட்டுக்கு போலீஸே எங்களை உள்ளே கூட்டிகிட்டு வந்து விட்டு அந்த நாடகம்லாம் இருக்குது பாருங்கள். കരൂരിലേക്ക് കടക്കുമ്പോൾ സുരക്ഷാ പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ പോലീസിനെ തടയാമായിരുന്നുവെന്നും അവർക്ക് കരൂരിലെ സ്ഥിതിയെക്കുറിച്ച് തന്നോട് പറയാമായിരുന്നുവെന്നും വിജയ് പ്രതികരിക്കുന്നു. നിയന്ത്രണാതീതമാണെങ്കിൽ പരിപാടി റദ്ദാക്കാൻ അവർക്ക് എല്ലാ അവകാശവും ഉണ്ടായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. പകരം തന്നെ അവിടേക്ക് എത്തിച്ചുവെന്നും വിജയ് കുറ്റപ്പെടുത്തി. ഇതിൽ ചതിയുണ്ടായിരുന്നുവെന്നും ആരാണ് ശരിക്കും അതിന് ഉത്തരവാദികളെന്നും ആരാണ് അതിന് പദ്ധതിയിട്ടതെന്നും വിജയ് ചോദിച്ചു. DMK-യും പോലീസും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് കരൂരിൽ ദുരന്തമുണ്ടായതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും വിജയ് ആരോപിച്ചു. എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തിയെന്നും സ്റ്റാലിൻ രാഷ്ട്രീയം കളിച്ചുവെന്നും വിജയ് തുറന്നടിച്ചു. അതേസമയം കരൂർ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകുമെന്ന വിജയുടെ പ്രഖ്യാപനം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങളെ സ്വാധീനിക്കുവാനുള്ള നടപടിയാണ് വിജയുടേതെന്നാണ് DMK-യുടെ ആരോപണം. അതേസമയം DMK-യുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാരിൻ്റെ അഴിമതികളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം പുതിയ സർക്കാരിലൂടെ തമിഴ്നാടിനെ അഴിമതിരഹിത സംസ്ഥാനമാക്കി മാറ്റുമെന്നും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
കൊല്ലം ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് സിവിൽ എക്സൈസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലെ സിവിൽ എക്സൈസ് ഓഫീസർ നിതിൻ രാജിനെയാണ് സസ്പെൻഡ് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയുമായി കേരളത്തിലേക്ക് എത്തിയ ലോറി ഡ്രൈവർമാരിൽ നിന്ന് പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് നടപടി. കണ്ണൂരിൽ ലോൺ എടുക്കാൻ ബാങ്കിൽ വന്ന കർഷകനോട് ബ്രാഞ്ച് മാനേജർ മോശമായി പെരുമാറിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം തുടങ്ങി കാനറ ബാങ്ക് അധികൃതർ. കാനറ ബാങ്കിന്റെ ചന്ദനക്കാംപാറ ബ്രാഞ്ചിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. ലോണിനായി ബാങ്കിലെത്തിയ ചന്ദനക്കാംപാറ സ്വദേശിയോട് മാനേജർ ഷിനോജ് കെ തട്ടിക്കയറുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ബാങ്ക് അധികൃതർ അന്വേഷണം ആരംഭിച്ചത്. ആരോടും വിടാതിരിക്കാനാ? ഇതാണോ ഒരു മാനേജർ പറയുന്ന മര്യാദ? ഇങ്ങനെ പല മര്യാദകൾ പറഞ്ഞു. എത്ര കാലം ബാങ്കിൽ വരുന്നു? നിങ്ങൾ ഇന്ന് ഇവിടെ ഇത്ര നേരം വന്നിട്ട് ലോൺ വേണമെന്ന് പറഞ്ഞോ? ഏറ്റവും അവസാനം നിങ്ങൾ എന്താ പറഞ്ഞേ? അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അതിന്റെ പണിയെടുക്കും. ക്ലോസ് ചെയ്ത് ക്ലോസ് അക്കൗണ്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നില്ല. ഇയാൾ വന്നില്ല കൃഷി ചെയ്ത് വന്നു നോക്കും. പല മാനേജർമാരുടെ അടുത്തും പുള്ളിക്ക് മലയാളം ശരിക്കറിയില്ല. എന്തായാലും എന്ത് മര്യാദ കൂടി പെരുമാറുന്നത് എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. പിന്നെ എടോ ഞാൻ അങ്ങനെയാണ് എത്ര പേർക്ക് അല്ലാത്തവരുടെ കൃഷി ചെയ്യാതെ കൊടുത്തതായിരുന്നു കാര്യം. ഞാൻ കൃഷി ചെയ്യാതെ എത്ര പേർക്ക് വിടുന്നു? കൊച്ചി മറൈൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഉദ്ഘാടനം നാളെ. മൈജിയുടെ ബ്രാൻഡ് അംബാസഡറും മലയാളത്തിന്റെ പ്രിയ താരവുമായ മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഷോറൂം ഉദ്ഘാടനം ചെയ്യും. ഓരോ ഉൽപ്പന്നവും എക്സ്പീരിയൻസ് ചെയ്ത് ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോടിന് പിന്നാലെ കേരളത്തിലെ രണ്ടാമത്തെ എപ്പിക് ഷോറൂമാണ് മൈജി നാളെ കൊച്ചിയിൽ തുറക്കുന്നത്. എക്സ്പീരിയൻസ് ഫസ്റ്റ് ദെൻ ഷോപ്പ് എന്ന ആശയവുമായാണ് ഷോറൂമുകളുടെ പ്രവർത്തനം വിപുലീകരിച്ചിരിക്കുന്നത്. 35,000 ചതുരശ്രയടിയിൽ 2 നിലകളിലായി എറണാകുളത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസ് ഷോറൂമാണ് മൈജിയുടേത്. നാളെ രാവിലെ 10 മണിക്ക് മൈജി ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ലോകോത്തര ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ ടെക്നോളജിയും വിപുലമായ കളക്ഷനുകളും ഒറ്റക്കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നതാണ് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. എല്ലാ ഹോം അപ്ലയൻസുകളും പരീക്ഷിച്ചറിയാൻ സഹായിക്കുന്ന പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, ഗെയിമിംഗ് പ്രേമികൾക്ക് ആവേശം പകരുന്ന ഗെയിമിംഗ് സോൺ, ഡ്രീം കിച്ചൺ പ്ലാൻ ചെയ്യുന്നവർക്കുള്ള ലൈവ് കിച്ചൺ, ആധുനിക വീടുകളെ ഡിജിറ്റൽ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുന്ന ഹോം ഓട്ടോമേഷൻ സോൺ എന്നിവ ഇവിടെ സജ്ജമാണ്. വിവിധ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ലൈനപ്പുള്ള ഒരു ഷോറൂമാണിത്. വിവിധ ഈ പറഞ്ഞ കിച്ചൺ അപ്ലയൻസസ് പോലെ, ക്രോക്കറി പോലെയുള്ള ഒരുപാട് പ്രത്യേകതകൾ കസ്റ്റമേഴ്സിന് ഏറ്റവും എക്സ്പീരിയൻസ് കിട്ടാനും അവരെ ലൈക്ക് ചെയ്യാനും അവർക്ക് ഇഷ്ടപ്പെടാനുമുള്ള പ്രൊഡക്റ്റുകൾ നമ്മളോട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ സ്റ്റോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ മറ്റാർക്കും നൽകാനാവാത്ത ഒരു ഏറ്റവും വമ്പിച്ച ഓഫറാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. വിവിധ ഫൈനാൻഷ്യൽ ബ്രാൻഡുകളുടെ ക്യാഷ് ബാക്കുകളും EMIയും എല്ലാം തന്നെ സൗകര്യമാണ്. അതേപോലെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു മൈജി കെയർ. കാരണം എവിടെ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റുകൾ റിപ്പയർ വന്നാലും ആ റിപ്പയർ വിത്തിൻ ടൈമിൽ നമ്മളിവിടെ നേരാക്കി കൊടുക്കുന്നതാണ്. ഹൈടെക് റിപ്പയർ സർവീസ് സെൻറ്റർ നമ്മളിലുണ്ട്. അപ്പോൾ ഏത് രീതിയിലെയും നമുക്ക് ഇവിടെ നമ്മുടെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറാണ്. അതേപോലെ തന്നെ എക്സ്ചേഞ്ചിനും നമ്മൾ ഒരുപാട് ഓഫേഴ്സുകൾ കൊടുക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ ഇറക്കുമതിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം ഷോറൂമിലുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച മികച്ച വിലക്കുറവിൽ സ്മാർട്ട് ഫോൺ മുതൽ ഗൃഹോപകരണങ്ങൾ വരെ സ്വന്തമാക്കാനുള്ള അവസരവും മൈജി ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ലോകകപ്പ് രണ്ടാം ക്വാർട്ടറിൽ മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 12:30-ക്കാണ് മത്സരം. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു ലോകകപ്പിന്റെ ആദ്യ 6 മത്സരങ്ങളിലും ഗോൾ വഴങ്ങാത്ത ക്ലീൻ ഷീറ്റ് നിലനിർത്തുന്ന ആദ്യ പുരുഷ ടീം എന്ന റെക്കോർഡുമായാണ് സ്പെയിൻ ക്വാർട്ടറിലെത്തിയത്. 2010 ലോകകപ്പ് കിരീടമുയർത്തിയ സ്പെയിൻ ഇത്തവണ ഗ്രൂപ്പ് ഘട്ടം മുതലുള്ള കഴിഞ്ഞ 6 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ഗോൾ വഴങ്ങിയിട്ടില്ല എന്നത് അവരുടെ പ്രതിരോധ കരുത്തിൻ്റെ തെളിവാണ്. കരുത്തരായ പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിൻ ക്വാർട്ടറിൽ കടന്നത്. തുടർച്ചയായി 6 ലോകകപ്പ് മത്സരങ്ങളാണ് സ്പെയിൻ 1 ഗോൾ പോലും വഴങ്ങാതെ പിന്നിട്ടിരിക്കുന്നത്.
കഴിഞ്ഞ 609 മത്സര മിനിറ്റുകളിലായി ഒരു താരത്തിന് പോലും സ്പാനിഷ് ഗോൾ കീപ്പർ ഉനായ് സിമോണിനെ മറികടന്ന് ഗോൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. 1990-ൽ ഇറ്റലിയും 2006-10 കാലഘട്ടത്തിൽ സ്വിറ്റ്സർലൻഡും സ്ഥാപിച്ച 5 ക്ലീൻ ഷീറ്റ് മത്സരങ്ങളുടെ റെക്കോർഡാണ് സ്പെയിൻ തിരുത്തിയത്. ഇത്തവണ ലോകകപ്പിൽ കേപ്പ് വെർദെയുമായി ഗോൾ രഹിത സമനിലയോടെ തുടങ്ങിയ സ്പെയിൻ പിന്നീട് സൗദി അറേബ്യയെ 4-0 ഉറുഗ്വയെ 1-0 പരാജയപ്പെടുത്തി. റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ഓസ്ട്രിയയെ 3-0 തോൽപ്പിച്ചതോടെ സ്പെയിൻ 5ാം ക്ലീൻ ഷീറ്റ് പൂർത്തിയാക്കി. ഒടുവിൽ പോർച്ചുഗലിനെതിരായ വിജയത്തോടെ 6 മത്സരങ്ങൾ എന്ന ലോകകപ്പ് റെക്കോർഡും സ്വന്തം. രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടുന്നത്. മുൻ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ തകർത്ത് 2018-ൽ 3ാം സ്ഥാനവും 1986-ൽ മെക്സിക്കൻ ലോകകപ്പിൽ 4ാം സ്ഥാനവും നേടിയിട്ടുള്ള ബെൽജിയത്തെ ഇപ്പോൾ അവഗണിക്കാനാവില്ല. റൗണ്ട് ഓഫ് 32-ൽ സെനഗലിനെതിരെ 2 ഗോളിന് പിന്നിൽ നിൽക്കെ 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച് എക്സ്ട്രാ ടൈമിൽ പെനാൽറ്റിയും ഗോളാക്കി പ്രീ ക്വാർട്ടറിൽ കടന്ന ബെൽജിയം കളിക്കളത്തിലെ പടക്കുതിരയാണ്. അതിനുശേഷം USA 1-4 ഗോളുകൾക്ക് തകർത്താണ് ക്വാർട്ടറിലേക്ക് ഇരച്ചു കയറിയത്. തുടക്കത്തിൽ പതറിയെങ്കിലും നോക്കൌട്ട് ഘട്ടം മുതൽ ബെൽജിയം മികച്ച ഫോമിലാണ്. ഇതുവരെ 22 തവണ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ സ്പെയിനാണ് മുൻതൂക്കം. 1986-ലെ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ സ്പെയിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചതിന്റെ കണക്കുകളുമായി ബെൽജിയം ഇറങ്ങുമ്പോൾ തങ്ങളുടെ അപരാജിത കുതിപ്പ് തുടരാൻ സ്പെയിൻ പടയും തയ്യാറാണ്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.